മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 2021 മുതൽ 2025 വരെ പി എസ് സി ചോദിച്ച ഹരിത വിപ്ലവം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള മുൻ വർഷ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്ലാസ് ആണ്. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ ഡി ആണ് എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യയിലെ നിത്യഹരിത വിപ്ലവത്തിൻ്റെ സ്ഥാപകൻ ആര്? നമുക്കറിയാം, ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം, എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇവിടെ ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനം, ധവള വിപ്ലവം പാൽ ഉൽപാദനം, നീല വിപ്ലവം മത്സ്യ ഉൽപാദനം, മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കൾ ഉൽപാദനം, സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആസാം. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് മയൂർഭഞ്ച് ഇരുമ്പ്, കോളാർ സ്വർണം, റാണിഗഞ്ച് കൽക്കരി, മലഞ്ച്ഗണ്ട് ചെമ്പ്. മയൂർഭഞ്ച് ഇരുമ്പ്, കോളാർ സ്വർണം, റാണിഗഞ്ച് കൽക്കരി, മലഞ്ച്ഗണ്ട് ചെമ്പ്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം ഓപ്ഷൻ ബി ആണ്, പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. ഓപ്ഷൻ എ ആണ് റാബി. റാബി കൃഷിയാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. അടുത്ത ചോദ്യം, ഒരു കാർഷിക വിള ഇനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 2 മാത്രമാണ് ശരി. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് സൊണാലിക. അടുത്ത ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. 1 ഖാരിഫ് നെല്ല്, സെയ്ദ് പഴവർഗ്ഗങ്ങൾ, ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിൽ ആണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ജില്ലാതല
തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹരിത വിപ്ലവം. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതല്ല? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2, 3, 4, 8. 2 ഗോതമ്പ്, 3 കടുക്, 4 പുകയില, 8 പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത്: ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഇവിടെ നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല ഇതൊക്കെ ഖാരിഫ് വിളകളാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഉഷ്ണമേഖല വിളയായ കരിമ്പിന് ചൂടും മഴയുള്ളതുമായ കാലാവസ്ഥയാണ് വേണ്ടത്. രണ്ടാമത്തെ പ്രസ്താവന കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത്. നാലാമത്തെ പ്രസ്താവന കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിന് സുക്രോസിൻ്റെ അളവ് കുറയും. ഇവിടെ ബന്ധമല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? കരിമ്പ്, ഗോതമ്പ്, പുകയില, കടുക്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, കരിമ്പ്. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. നാലാമത്തെ ഓപ്ഷൻ ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിളകളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. രണ്ടാമത്തെ പ്രസ്താവന ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. നാലാമത്തെ പ്രസ്താവന ഗോതമ്പ് ഒരു ഖാരിഫ് വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരി. 1, 2, 3 ശരി. അതായത് ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. രണ്ടാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. മൂന്നാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ്.
ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം വിത്തുകളുടെ ഉപയോഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏത്? ഇനി പറയുന്ന കോഡിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന കാർഷിക വിളവർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. രണ്ടാമത്തെ പ്രസ്താവന വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. നാലാമത്തെ പ്രസ്താവന ഗോതമ്പ് ഖാരിഫ് വിളയാണ്. നമുക്കിവിടെ വേണ്ടത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രം. ഗോതമ്പ് ഖാരിഫ് വിളയാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, എന്താണ് ക്യൂണിക്കൾച്ചർ? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്. ഓപ്ഷൻ എ തന്നെയാണ്, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. മൂന്നാമത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. ബന്ധമില്ലാത്ത പ്രസ്താവന 1 മാത്രമാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി. മൂന്നാമത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്തുണ്ടായി. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികളാണ് IADPയും IAAPയും. രണ്ടാമത്തെ പ്രസ്താവന നോർമൻ ഇ ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികളാണ് IADPയും IAAPയും. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന കാർഷികോൽപാദനം വർദ്ധിച്ചു, മണ്ണിൻ്റെ ഉൽപാദനശേഷി കുറഞ്ഞു, ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു, ഭൂവിതരണത്തിലെ അസമത്വം വർദ്ധിച്ചു. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉം. അതായത് മണ്ണിൻ്റെ ഉൽപാദനശേഷി കുറഞ്ഞു, ഭൂവിതരണത്തിലെ അസമത്വം വർദ്ധിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വർഗീസ് കുര്യൻ.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. രണ്ടാമത്തെ പ്രസ്താവന 1965 കാർഷിക വിള കമ്മീഷൻ നിലവിൽ വന്നത്. മൂന്നാമത്തെ പ്രസ്താവന 1961 IAAP നടപ്പിലാക്കിയത്. നാലാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. അതായത് ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. 1965 കാർഷിക വിള കമ്മീഷൻ നിലവിൽ വന്നത്. 1961 IAAP നടപ്പിലാക്കിയത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്, MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം 1975 മുതൽ 1985 ആണ്. മൂന്നാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 ശരി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1970 മധ്യം മുതൽ 1980 മധ്യം വരെ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. നെൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. രണ്ടാമത്തെ പ്രസ്താവന ഒരു ഖാരിഫ് വിളയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. നാലാമത്തെ പ്രസ്താവന എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്, ഒരു ഖാരിഫ് വിളയാണ്, ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹ ധാതുക്കളാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. മൂന്നാമത്തെ പ്രസ്താവന അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അലോഹ ധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനമാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ജാർഖണ്ഡ്.
അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫിലിപ്പൈൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീര വികസനം. ഓപ്ഷൻ ബി ക്ഷീര വികസനം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം പരിസ്ഥിതി നാശത്തിലേക്ക് നയിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളിലും കാർഷിക ചരക്കുകളുടെ കയറ്റുമതിയിലും സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം ഇന്ത്യയെ പ്രാപ്തമാക്കി. മൂന്നാമത്തെ പ്രസ്താവന, തുടക്കത്തിൽ വാണിജ്യ വിളകളുടെ ഉൽപ്പാദനം മാത്രം വർദ്ധിപ്പിക്കുന്നതിനാണ് ഹരിത വിപ്ലവം പ്രധാനമായും നിർദ്ദേശിച്ചത്. നാലാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം ഇന്ത്യയിൽ വളർന്നു വരുന്ന പരസ്പര അസമത്വങ്ങൾക്കും പ്രാദേശിക അസമത്വങ്ങൾക്കും കാരണമായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 ശരി. 1, 2, 4 ശരി. അതായത് ഹരിത വിപ്ലവം പരിസ്ഥിതി നാശത്തിലേക്ക് നയിച്ചു. ഭക്ഷ്യധാന്യങ്ങളിലും കാർഷിക ചരക്കുകളുടെ കയറ്റുമതിയിലും സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം ഇന്ത്യയെ പ്രാപ്തമാക്കി. അടുത്ത പ്രസ്താവന, ഹരിത വിപ്ലവം ഇന്ത്യയിൽ വളർന്നു വരുന്ന പരസ്പര അസമത്വങ്ങൾക്കും പ്രാദേശിക അസമത്വങ്ങൾക്കും കാരണമായി. താഴെ പറയുന്നവയിൽ ഏതാണ് ആസ്തികൾ പാഴാക്കുന്നത്? ഇവിടെ ഓപ്ഷൻ എ മാത്രമാണ് ശരി. അതായത് ധാതുക്കൾ. അടുത്ത ചോദ്യം, റാബി വിളയ്ക്ക് ഉദാഹരണം? ജോവർ, റാഗി, ബജ്ര, ബാർലി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാർലിയാണ് ഉത്തരം. റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലി. നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? മത്സ്യബന്ധനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മത്സ്യബന്ധനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. പശ്ചിമ ബംഗാൾ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കറുത്ത മണ്ണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. കാസർഗോഡ്. വിത്ത്, ജലം, വളം എന്ന പേരിൽ അറിയപ്പെടുന്ന നയം? ഓപ്ഷൻ എ ഹരിത വിപ്ലവം. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപ്പാദനത്തെയാണ്? ഓപ്ഷൻ ബി പഴം, പച്ചക്കറി. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ധാതു സമ്പത്തിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കർണാടകയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന, മൈക്ക ഏറ്റവും കൂടുതൽ ലഭ്യമായത് ആന്ധ്രാപ്രദേശിൽ ആണ്. മൂന്നാമത്തെ പ്രസ്താവന, ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാലാമത്തെ പ്രസ്താവന, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണക്കിണർ ആസാമിലെ ദിഗ്ബോയിലാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരി.
മൈക്ക ഏറ്റവും കൂടുതൽ ലഭ്യമായത് ആന്ധ്രാപ്രദേശിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണക്കിണർ ആസാമിലെ ദിഗ്ബോയി ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാർലി, പയറുവർഗ്ഗം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ബാർലി, പയറുവർഗ്ഗം. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി ഇന്ത്യ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും ഉള്ള വർധനവ്. രണ്ടാമത്തെ പ്രസ്താവന വരുമാന വർധനവ്. മൂന്നാമത്തെ പ്രസ്താവന ഗ്രാമീണ അസമത്വം. നാലാമത്തെ പ്രസ്താവന തൊഴിൽ വർധനവ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗ്രാമീണ അസമത്വം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി PM ആശ യോജന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. രണ്ടാമത്തെ പ്രസ്താവന പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. മൂന്നാമത്തെ പ്രസ്താവന സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. രണ്ടാമത്തെ പ്രസ്താവന ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. നാലാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരി. 1, 2, 3 ശരി.
പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1-ാം സ്ഥാനം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. നാലാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അടുത്ത പ്രസ്താവന, ജലസേചന സൗകര്യങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്ത പ്രസ്താവന, 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവന 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. അതായത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയറുവർഗ്ഗങ്ങൾ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് കമന്റ് ചെയ്താലും മതി, റിപ്ലൈ തരാം. ഓപ്ഷൻ ഡി ആണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക. ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, ചോളം.